സാർ നമ്മൾ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ പലതും ഡിസ്പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളും അതിൻ്റെ സാമ്പിളും എല്ലാം ഉണ്ട്. എന്താണ് സാർ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയാം? അത് ഒരു പ്രോജക്റ്റിൽ ഞങ്ങളുടെ ഒരു സുതാര്യത, ആ ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ എക്സ്പീരിയൻസ് സെൻറ്റർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാ പ്രോഡക്ട്സും അത് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടൈലിൻ്റെ ആയാലും പ്ലംബിങ്ങിൻ്റെ ആയാലും അതിൻ്റെ പ്രവർത്തന രീതികളുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് സെൻറ്റർ വളരെ നീറ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു രൂപത്തിൽ ഞങ്ങളത് അറേഞ്ച് ചെയ്തു. ആ എക്സ്പീരിയൻസ് സെൻറ്ററിൽ നിന്ന് കടന്നു വരുന്ന ഒരാൾ ഞങ്ങളുടെ സാമ്പിൾ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. ഈ സാമ്പിൾ അപ്പാർട്ട്മെന്റിൽ അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ ഉദാഹരണം നമ്മുടെ എൻട്രൻസ് ഡോറ്, നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ, അത് കഴിഞ്ഞാൽ ഡോറിന്റെ ലോക്ക്, അതോടൊപ്പം തന്നെ ആ ഡോറിന്റെ രീതി, ആ ഡോറ് ഒരു വാളില് ഫുൾ ജാം ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിഡ്ത്ത്, ആ കട്ട്ലയുടെ വിഡ്ത്ത് എല്ലാം ആ ഒരു വാളിന്റെ വിഡ്ത്ത് പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടൈലിന്റെ സൈസ് ഞങ്ങൾ പറഞ്ഞതാണ് 160x80 ടൈലാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചത്. അത് ഗ്ലോസി അല്ല ഉപയോഗിക്കുന്നത്. ആ ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു. ഇപ്പോൾ വെട്ടി തിളങ്ങുന്ന ഒരു രീതി പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ടൈൽ കാണുമ്പോൾ എല്ലാവർക്കും ഇത് വളരെ തിളങ്ങി നിൽക്കണം. ഇപ്പൊ അതിൽ നിന്നും മാറ്റം വന്ന ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വന്നിരിക്കുന്നത് ഒരു സെമി മാറ്റ്, അതായത് സാറ്റിൻ ഫിനിഷ്, ആ രീതിയിലുള്ള ടൈലുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് കാണുമ്പോൾ തന്നെ അതിനൊരു നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്ന പോലെ ആ സാറ്റിൻ ഫിനിഷ് കാണുമ്പോൾ അതിന് പ്രത്യേകത. അത് ബാത്റൂമിൽ ഇപ്പൊ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഗ്രേറ്റിംഗ് ഒരു പ്രധാന വിഷയമാണ്. വെള്ളം പോകുന്ന വഴി, ഈ വെള്ളം പോകുന്ന വഴി സാധാരണഗതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഷീൽഡ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മളെ പലയിടത്തും, പക്ഷെ ഞങ്ങളുടെ ടോയ്ലറ്റിൽ അത് കാണില്ല. ഫുള്ളായി ടൈൽ ചെയ്ത പോലെ ഇഫക്റ്റ് ആണ് വരിക. ഈ വെള്ളം പോകുന്നതിന് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ലൈൻ മാത്രമേ കാണുള്ളൂ. അത് ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് വന്ന് കണ്ടെങ്കിലാണ് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയ ഒരു വിഷയങ്ങളൊന്നുമല്ല. അപ്പൊ ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, അതിലൂടെ എക്സ്പീരിയൻസ് സെന്ററിലൂടെ ഇതെല്ലാം ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ എക്സ്പീരിയൻസ് സെന്ററും ഈ മോഡൽ അപ്പാർട്ട്മെന്റിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.